യൂറോപ്പ ലീഗ് ഫൈനലിൻ്റെ മുന്നോടിയായുള്ള പരിശീലന സെക്ഷനിൽ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിൻ്റെ കൈവിരലൊടിയുന്നു. പക്ഷേ നിശ്ചയദാർഢ്യം കൈവിടാത്ത അദ്ദേഹം ആ മത്സരത്തിലുടനീളം ആസ്റ്റൺ വില്ലയുടെ ഗോൾ വല കാക്കുകയും ഒടുവിൽ യൂറോപ്പ ലീഗ് കിരീടം ആസ്റ്റൺ വില്ലയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. പക്ഷേ ഈ വാർത്ത സന്തോഷകരമായാണ് കേട്ടതെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്കിൽ അർജന്റീന ആരാധകർക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തു വന്നു. ഏകദേശം 14 ദിവസത്തോളം താരം പുറത്തിരിക്കേണ്ടി വരും. എമി മാർട്ടിനസിൻ്റെ കൈവിരലിന് സ്ക്രാച്ച് ഉണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇതോടുകൂടി വേൾഡ് കപ്പിലെ ആദ്യ മത്സരം നഷ്ടമായേക്കുമെന്ന റൂമറുകളെല്ലാം പരന്നിരുന്നു. ഇപ്പോൾ ഇതാ അർജന്റീന ആരാധകർക്ക് ഏറെ സന്തോഷകരമായാണ് ട്രെയിനിങ് സെക്ഷനുകളിൽ എമിയെ കാണാനാവുന്നത്. ഇന്നലെ നടന്ന സെക്ഷനിൽ താരം ഒറ്റ കൈ ഉപയോഗിച്ചുള്ള പരിശീലന സെക്ഷൻ വരെ നടത്തി. അതായത് അർജന്റീനക്കായി ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരായുള്ള പോരാട്ടത്തിന് മുമ്പ് താൻ ശക്തമായി തിരിച്ചു വരുമെന്ന് എമിലിയാനോ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ഒരു കൈ കൊണ്ട് വയ്യെങ്കിലും മറ്റേ കൈ ഉപയോഗിച്ച് ഗോൾ കീപ്പിംഗ് പരിശീലനമാണ് താരം നടത്തിയത്. ഗോൾ കീപ്പിംഗ് പരിശീലകനൊപ്പമാണ് താരത്തിൻ്റെ പരിശീലന സെക്ഷൻ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാണ് എമിലിയാനോയുടെ ഈ പരിശീലന സെക്ഷൻ. തൻ്റെ ഒരു കൈയിൻ്റെ കൈവിരൽ ഒടിഞ്ഞിട്ട് പോലും താരം ഒരൊറ്റ കൈ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം അർജന്റീനക്കായി പരിശീലനം നടത്തുന്നു. ഇത് ഓരോ അർജന്റീനൻ ആരാധകർക്കും ടീമിനും ഏറെ സന്തോഷകരമായി കണ്ടിരിക്കാൻ. ഏതായാലും എമിലിയാനോ അതിശക്തമായി തന്നെ വേൾഡ് കപ്പിന് മുന്നേ തന്നെ അർജന്റീൻ ടീമിനൊപ്പം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.